മര്യാദയ്ക്ക് നമുക്കൊരു വീഡിയോ എടുക്കാൻ പറ്റാത്ത അവസ്ഥയാണ് ഇപ്പോൾ പ്രകാശിലുള്ളത്. ഇത് കണ്ടില്ലേ, അതാണ് നമ്മൾ മെയിൻ ഗേറ്റ് വരുന്നത്. അവിടെ ഒരു സെക്യൂരിറ്റി ഒന്നുമല്ല, 4-5 സെക്യൂരിറ്റി ഒക്കെയാണ് നിൽക്കുന്നത്. നമ്മളെ അവസാന മിനുക്ക് പണികളൊക്കെ കഴിഞ്ഞ് സെറ്റല്ലേ. അങ്ങനെ നമ്മള് ആ ചെക്കൻ നമ്മളെ ഇറക്കി. അല്ല പിന്നെ പൊളി മൂഡ്. അപ്പം മച്ചന്മാരെ, നമ്മളിതാ നിങ്ങളെല്ലാവരും ചോദിച്ചിട്ടുണ്ട് പ്രകാശിലെന്താ പോകാത്ത പോയി കഴിഞ്ഞാൽ അവസ്ഥ ഇതാണ്. ഇപ്പം ഈ സീറ്റ്, നമ്മുടെ ഈ വണ്ടീൻ്റെ ഈ സീറ്റൊക്കെ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ പ്രകാശിലുള്ളത് രാവിലെ 9 മണിക്ക് എത്തിയതാണ് നമ്മളെ ലെജൻഡിൻ്റെ പുത്തൻ കൊമ്പൻ്റെ ഡെലിവറിക്ക്. വണ്ടി ഇപ്പോഴും ഡെലിവറി ആയിട്ടില്ല. നമ്മൾ ഓലെ ഗസ്റ്റുകളൊക്കെ ഇരിക്കണ ആ ഒരു ഏരിയയിലാണ്. ഇത് ഇങ്ങോട്ട് വന്ന് നോക്കി നിങ്ങൾക്ക് കാണാൻ പറ്റും. നമ്മളെ അർബാനിയൊക്കെ ഇവിടെ കൊണ്ടുവന്നിട്ടിരിക്കണ്. അർബാനിയുണ്ട്, എല്ലാവരും അതിൽ റെസ്റ്റ് എടുത്തുകൊണ്ട് നിൽക്കുകയാണ്. കണ്ടോക്ക, എല്ലാവരും അതിൽ റെസ്റ്റ് എടുത്തുകൊടുക്കുന്നുണ്ട്. നമ്മളെ മെയിൻ ഗേറ്റും കാര്യങ്ങളും വരുന്ന കാണാണ്. ഇതാണ് ഇവിടുത്തെ അവസ്ഥ. ഇവിടെ വീഡിയോ എടുക്കാൻ പറ്റൂല. നമ്മൾ കുറേ നോക്കി, അതിനുള്ളിലൊക്കെ നമ്മൾ കയറി നോക്കി, പക്ഷേ വീഡിയോസും കാര്യങ്ങളും എടുക്കാൻ പറ്റില്ല. നമ്മളിപ്പോലെ ഈ ഗസ്റ്റിൻ്റെ ഈ റൂമിൽ ഇരുന്നുകൊണ്ട് ഈ ഗ്ലാസ് കൂടിയാണ് ഇപ്പോൾ നമ്മൾ കാണിച്ചത്. നമ്മളെ എല്ലാവരും ഇവിടെ താഴത്തുണ്ട്. നമുക്കിവിടെ ലൈറ്റ് ഓഫ് ആക്കാം. അല്ലെങ്കിൽ നമ്മൾ വീഡിയോ എടുക്കണമെങ്കിൽ ഞാൻ കണ്ടു കഴിഞ്ഞാൽ അതേക്കാരം അടുത്ത പ്രശ്നം. അപ്പോൾ നമുക്ക് പരിപാടികൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ സമയം ഏകദേശം 6 മണി അല്ലേ, 7 മണി ആവാനായി അല്ലേ, 7 മണി ആവാനായി. ഇനിയാണ് നമുക്ക് നമ്മൾ ഡെലിവറിയും കാര്യങ്ങളും പൂജൻ്റെ ടൈമൊക്കെ ആയി. അപ്പോൾ നമ്മൾ മാക്സിമം നമ്മളെ കൊണ്ട് പറ്റണ പോലെ നമ്മൾ അതിൻ്റെ ഉള്ളത്തെ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കും. കൂടുതലായിട്ട് ആരും പ്രതീക്ഷിക്കരുത്. കാരണം ഇവിടുത്തെ സിറ്റുവേഷൻ ഇപ്പോൾ ഇങ്ങനെയാണ്. നമുക്ക് മര്യാദയ്ക്ക് നമുക്കൊരു വീഡിയോ എടുക്കാൻ പറ്റാത്ത അവസ്ഥയാണ് ഇപ്പോൾ പ്രകാശിലുള്ളത്. അത് നമ്മളെ ആൾക്കാർ തന്നെ വരുത്തി വെച്ചുണ്ടാക്കിയതാണ്, വേറെ പുറമെല്ലാം കൊണ്ട് കിട്ടിയൊന്നുമല്ല. നമ്മൾ ജസ്റ്റ് ഇന്നിപ്പോൾ കുറേ വണ്ടി ഡെലിവറി ആയി പോയി. ഓൽക്കൊന്നും ഈ പൂജൻ്റെ ടൈമിൽ പോലും ഫോട്ടോ എടുക്കാൻ പറ്റാത്ത സിറ്റുവേഷനിൽ എത്തിക്കണം ഇപ്പോൾ പ്രകാശിലെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. കണ്ടില്ല, നമ്മളെ വണ്ടിയിലൊക്കെ കിടക്കുന്നുണ്ട് താഴത്ത്. ഞാൻ പൂജൻ്റെ ടൈമും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ നമ്മളെ കൊണ്ട് പറ്റണ പോലെ, അതായത് ഓൽക്കൊരു ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ നമ്മളെല്ലാ വീഡിയോസും നിങ്ങളിലേക്ക് നമ്മൾ എത്തിക്കണതാണ്. ഇത് കണ്ടില്ലേ, അതാണ് നമ്മൾ മെയിൻ ഗേറ്റ് വരുന്നത്. അവിടെ ഒരു സെക്യൂരിറ്റി ഒന്നുമല്ല, 4-5 സെക്യൂരിറ്റി ഒക്കെയാണ് നിൽക്കുന്നത്. എല്ലാവരും നമ്മളെ വണ്ടിയിൽ ഇതാ കിടക്കുന്നുണ്ട്. നമുക്ക് ജസ്റ്റ് നമുക്ക് അങ്ങോട്ട് പോയോക്കാം, എന്താണ് വീഡിയോസ് എടുക്കാൻ പറ്റില്ല എന്നൊക്കെ നമുക്ക് നോക്കി നോക്കാം. പൂജൻ്റെ ടൈമിൽ നമുക്ക് എടുക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ മച്ചന്മാരെ, നമ്മളിതാക്കണം ഫൈനലി നമ്മളെ പ്രകാശിൻ്റെ ഉള്ളിൽ കയറി. ഇപ്പം നമ്മളെ കൺമുന്നിൽ നമ്മളെ ചക്കര നമ്മളെ കൊമ്പങ്ങനെ വെട്ടിത്തിളങ്ങി ഇങ്ങനെ നിൽക്കണല്ലേ കളപ്പുക. അപ്പോൾ നമുക്ക് ഇനി നമ്മളെ അടുത്ത പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ രാവിലെ വന്നിട്ട് ഇത്രയും നേരം നമ്മൾ കട്ട പോസ്റ്റ് ചെയ്യണ്ടേ. അതെ, പോസ്റ്റ് സംഭവം നമുക്ക് ഒരു രാവിലെ നമുക്ക് ഡെലിവറി പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ നമ്മൾ എല്ലാ കാര്യങ്ങളും പെർഫെക്റ്റ് ആക്കിയിട്ട് ഇപ്പോൾ ഈ നിമിഷം വരെ രാവിലെ മുതൽ രാത്രി വരെ വെയിറ്റ് ചെയ്ത് ഇപ്പോൾ ലാസ്റ്റ് മിനിറ്റ് നമ്മൾ ഇറങ്ങാനുള്ള വക്കത്തെത്തി നിൽക്കുകയാണ്. അതെ, നമ്മളെ അവസാന മിനുക്ക് പണികളൊക്കെ കഴിഞ്ഞ് ഇപ്പം നമ്മൾ മുന്നിൽ കൂടിയാണ് ഉള്ളത്. ബാക്കി അടുത്ത നെക്സ്റ്റ് പരിപാടി ഗൗതമ പൂജ കാര്യങ്ങളാണ്. അപ്പോൾ നമ്മളെ ചെക്കൻ്റെ അഡീഷണൽ നെയിം പറഞ്ഞാൽ ഡാനി വുൾഫ്. നമ്മളെ മുന്നിൽ ഇങ്ങനെ വെട്ടിത്തിളങ്ങി നിൽക്കണം. അപ്പോൾ നമുക്ക് ഇനി പൂജൻ്റെ പരിപാടിയിലോട്ട് പോവാം. അപ്പോൾ ഇനി നമ്മൾ അടുത്ത പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മോമിൽക്ക് മൻസൂറൊക്കെ ഉണ്ട്. നമ്മൾ പൂജൻ്റെ മുന്നേക്കാണ്ട് നമ്മളെ വണ്ടിൻ്റെ മുന്നിൽ ഫ്ലവറും കാര്യങ്ങളൊക്കെ തൂക്കാനുള്ള പരിപാടിയാണ് ഇനി നമ്മൾ നോക്കാൻ പോണത്. കണ്ടില്ല, നമ്മളെല്ലാ ഫുൾ ടീംസ് ഇവിടെ ഇങ്ങനെ റെഡി ആയി നിൽക്കുകയാണ്. മോമിയൊക്കെ സെറ്റല്ലേ? നമ്മളെ ചെറുക്കനെ നമ്മളെപ്പോഴും കാണിച്ചു കൊടുത്തിട്ടില്ല, നമുക്ക് കാണിച്ചു കൊടുക്കണ്ടേ? നമ്മളിതാ ഈ സൈഡിലേക്ക് ഇങ്ങനെ നോക്കി കഴിഞ്ഞാലേ നമ്മളെ ലെജൻഡിൻ്റെ എല്ലാമായ നമ്മൾ ഓണറായ നമ്മളെ ഫജറൊക്കെയും കൊച്ചുവേട്ടനും മോമിൽക്കൊക്കെ ഉണ്ട്. ഓലൊക്കെ ആ ഒരു മൊമെന്റിലാണ് പോലെ നിൽക്കുന്നത്. എന്നാ നോക്കല്ലേ. അങ്ങനെ ഫൈനലി ഇതാക്കൊണ്ട് നമ്മളെ വണ്ടിൻ്റെ പൂജയും കാര്യങ്ങളൊക്കെ തുടങ്ങി. നമ്മളെ വണ്ടിൻ്റെ ഒരു സൈഡ് ലുക്ക് ഇങ്ങനെ കാണുന്നുണ്ടാവും. അപ്പോൾ ഏതായാലും നമുക്ക് വണ്ടിൻ്റെ ഫ്രണ്ട് ലുക്ക് കണ്ടു നോക്കിയാലോ. അപ്പോൾ മച്ചന്മാർ, ഇതാണ് നമ്മളെ ചെറുക്കൻ്റെ ഫ്രണ്ട് ലുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒറ്റ നോട്ടത്തിൽ നമുക്ക് നമ്മളെ പഴയ ഡോണും മാതിരിയൊക്കെ തോന്നും. പക്ഷെ നമ്മൾ ഡോണല്ല, ചെറുക്കന് കളറിൽ 3 കളറാണ് ഇതിൽ വരുന്നത്. ഒന്ന് നമുക്ക് നമ്മളെ ബ്ലാക്കും റെഡും പിന്നെ ഒരു പിങ്കും പാടെ കൂടിയിട്ടാണ് ചെറുക്കൻ്റെ ഗ്രാഫിക്സും കാര്യങ്ങളൊക്കെ വന്നിരിക്കണത്. അപ്പോൾ നമ്മളിതാകൊണ്ട് നമ്മളെ പൂജയും കാര്യങ്ങളൊക്കെ നമ്മൾ നടന്നുകൊണ്ടിരിക്കണം. ഏകദേശം സമയം 8 മണി ആവാനായിക്കണ്. എല്ലാവരും ഇവിടെ തന്നെ ഉണ്ട്, നമ്മുടെ ടീം മൊത്തം ഉണ്ട്. അത്യാവശ്യം പ്രകാശിലെ സ്റ്റാഫ് ഏറെ കുറേയൊക്കെ പെയ്ക്കണം. പക്ഷെ എന്നാലും കുറേ ആൾക്കാർ നമ്മളെ പൂജയും കാര്യങ്ങളൊക്കെ നോക്കിയതാക്കണം ആ സൈഡിലൊക്കെ നിൽക്കുന്നുണ്ട്. ഇനി അടുത്ത പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വണ്ടീൻ്റെ ഡോക്യുമെൻറ്റ്സും കീയും കാര്യങ്ങളൊക്കെ നമ്മൾ നേരിട്ട് വാങ്ങാണ്.
അങ്ങനെ എന്താക്കണം നമ്മളെ ഫജറൊക്കെ വണ്ടിൻ്റെ ഫുൾ ഡോക്യുമെൻറ്റ്സും കാര്യങ്ങളൊക്കെ വാങ്ങാണ്. ചേട്ടാ ഇതാണ് നമ്മൾ അടുത്ത ചടങ്ങ്. അടുത്ത ചടങ്ങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ വണ്ടീൻ്റെ ഡ്രൈവറായ നമ്മളെ കൊച്ചുവേട്ടനും നമ്മളെ മോമേൽക്കും അതിന് ബോസിൻ്റെ കയ്യിൽ നിന്ന് അവരാണ് ഞാൻ കീ വാങ്ങണേ. വണ്ടി ഒന്നേ വണ്ടി ഒന്ന് മുന്നോട്ടേ. അതായത് ഇനി നമ്മൾ ഫസ്റ്റ് ആയിക്കേണ്ടത് നമ്മളെ കൊച്ചേട്ടൻ വണ്ടി മുന്നോട്ട് എടുക്കണം. നമ്മൾ നാരങ്ങമ്മ കൂടി വണ്ടി കയറ്റാണ്. അങ്ങനെ ആ ചടങ്ങ് കഴിഞ്ഞ് ഇനി എല്ലാവർക്കും മധുരം കൊടുക്കണ പരിപാടിയാണ് ഇനി അടുത്തതായിട്ടില്ല. അപ്പം ഇനി നമ്മളെല്ലാവർക്കും ഇതാക്കണം ലഡു കൊടുക്കണം. ഇങ്ങക്ക് എന്തെങ്കിലും കിട്ടിയോ? ലഡു കിട്ടില്ല. ലഡുവിന് കത്ത് കാണും. ആ ലഡുവാണ് ഇവിടെ പോയത്. ലഡു പോയി. ലഡു വാങ്ങിക്കൊണ്ടെന്ന ആൾക്ക് ലഡു കിട്ടിയില്ല. അങ്ങനെ ലഡു വിതരണൊക്കെ കഴിഞ്ഞു. പക്ഷെ കോമഡി അത് എന്താ വെച്ചാൽ നമ്മളപ്പം വന്ന ആർക്കും ലഡു കിട്ടിയില്ല. ഒക്കെ പ്രകാശത്തെ ആൾക്കാർ തിന്നു. ഇനി അങ്ങനെ അത് അടുത്തതായിക്കാണ്ട് നമ്മളെ വണ്ടിന്റെ ഓണറായ നമ്മളെ ഫജ്റക്ക് നമ്മളെ വണ്ടി എടുത്ത് പുറത്തിറക്കണം. അതായത് നമ്മളെ ഗേറ്റ് തുറന്നിട്ടുള്ള വരവാണ് ഇനി കാണാൻ പോണത്. അങ്ങനെ ഇനി നമ്മൾ പ്രകാശിന്റെ ഇതാകൊണ്ട് നമ്മളെല്ലാവരും കാണുന്ന റീൽസ് ഉണ്ട്. പ്രകാശിന്റെ ഈ ഗേറ്റ് തുറന്ന് വരുന്ന വരവ്, ആ വരവാണ് നമ്മളെ ചെറുക്കനീ വരുന്നത്. കണ്ടില്ല നിങ്ങൾ എന്താ ലുക്ക്. സെറ്റല്ലേ? അങ്ങനെ നമ്മള് ആ ചെക്കൻ നമ്മളെ ഇറക്കി. അല്ല പിന്നെ പൊളി മൂഡ്. നമ്മളെ ഫജർക്ക് പറഞ്ഞിട്ടില്ലെങ്കിൽ ആ ഒരു ആവേശത്തിൽ നിൽക്കുകയാണ്. കണ്ടില്ലെങ്കിൽ ഓരോ വണ്ടിപ്രാന്തന്മാർക്കും നമുക്ക് രോമാഞ്ചം കൊള്ളിക്കുന്ന ഒരു നിമിഷമാണ്. അതായത് നമ്മൾ പ്രകാശിന്ന് നമ്മളെ ചെക്കനിങ്ങനെ ഇറങ്ങി വരുന്ന ആ ഒരു വരവ്. അപ്പം അങ്ങനെ മച്ചന്മാരെ നമ്മൾ ഡെലിവറിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മൾ തന്നെ തിരിച്ച് നാട്ടിൽ പോകണത് നമ്മളെ വണ്ടി എത്തി. നമ്മൾ അർബാനി, നമ്മൾ ലെജൻഡിൻ്റെ ഈ അർബാനിയിലാണ് നമ്മൾ ഇങ്ങോട്ട് വന്നത്. അപ്പോൾ നമ്മൾ തിരിച്ചു പോകണോ ഇതിൽ തന്നെയാണ്. അങ്ങനെ ഇതാക്കണം നമ്മളെ ചെറുക്ക് നമ്മൾ തൊട്ട് ബാക്കിൽ തന്നെ ഉണ്ട്. അപ്പോൾ നമ്മൾ പ്രകാശിന്ന് ഡെലിവറി ചെയ്ത് ഇങ്ങനെയാണ് നമ്മളെ നാട്ടിലേക്ക് ഒരു വണ്ടി എത്തുന്നത്. അപ്പോൾ ഏതായാലും നമ്മളെ പുതുപുത്തൻ കൊമ്പൻ്റെ കിടിലും ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസുമായി നമ്മൾ അടുത്ത പ്രാവശ്യം കാണാം. അപ്പോൾ അടുത്ത പ്രാവശ്യം കാണുന്നുണ്ടെങ്കിൽ ചങ്കാളങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തൊപ്പം കൂടിക്കോളും. പിന്നെ അതുമല്ല നിങ്ങളെ അഭിപ്രായങ്ങളെല്ലാം നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കേണ്ടതാണ്. അപ്പോൾ ഏതായാലും നമ്മൾ അടുത്ത കിടിലും വീഡിയോസ് വരുന്നത് വരെ അപ്പോൾ എല്ലാവരോടും ബൈ.